ഹായ് ഫ്രണ്ട്സ്, ജി സ്യൂട്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് ഉപയോഗിച്ച് ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തുമ്പോൾ അറ്റൻഡൻസ് എങ്ങനെ രേഖപ്പെടുത്താം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. ഇവിടുന്ന് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇവിടെയുള്ള സെർച്ച് എന്നുള്ളിടത്ത് നമ്മൾ ക്രോം എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ക്രോം വെബ് സ്റ്റോർ എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പം ഞാനിവിടെ ടൈപ്പ് ചെയ്തത് ക്രോം എക്സ്റ്റൻഷൻ എന്നതാണ്. അപ്പോൾ ഇവിടെ കാണിക്കുന്ന ക്രോം വെബ് സ്റ്റോർ എന്ന പേജാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ക്രോം എക്സ്റ്റൻഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഗൂഗിൾ മീറ്റിൽ അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ക്രോം വെബ് സ്റ്റോർ എന്നുള്ള ഈ ഒരു പേജിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് ഓപ്പൺ ചെയ്ത് വന്നിരിക്കുന്നത്. ഇവിടെ ഒരുപാട് എക്സ്റ്റൻഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്കിപ്പോൾ ഇവിടെ ആവശ്യമായിട്ടുള്ള എക്സ്റ്റൻഷൻ അറ്റൻഡൻസ് എന്നാണ്. ഗൂഗിൾ മീറ്റ് അറ്റൻഡൻസ് ആണ്. ഞാനിവിടെ അറ്റൻഡൻസ് എന്നത് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ അറ്റൻഡൻസിൻ്റെ എക്സ്റ്റൻഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓരോ ഡെവലപ്പേഴ്സും ഡെവലപ്പ് ചെയ്ത എക്സ്റ്റൻഷനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിലും കൂടുതൽ എക്സ്റ്റൻഷൻ നമുക്ക് ഈ മോർ എക്സ്റ്റൻഷൻ എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താലും കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു അറ്റൻഡൻസ് ആണ്. നമുക്ക് ടീച്ച്മെൻറ്റിലൊക്കെ ലഭിക്കുന്നത് പോലെ പെർസെൻറ്റേജ് വൈസ് കുട്ടികളുടെ അറ്റൻഡൻസ് കിട്ടുന്ന ഒരു എക്സ്റ്റൻഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെയുള്ള ഗൂഗിൾ മീറ്റ് അറ്റൻഡൻസ് ട്രാക്കർ എന്നുള്ള ഈ ഒരു എക്സ്റ്റൻഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗൂഗിൾ മീറ്റ് അറ്റൻഡൻസ് ട്രാക്കർ എന്നുള്ള ഈ ഒരു പേജിലേക്കാണ് ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഈ ആഡ് ടു ക്രോം എന്നുള്ള ഈ ഒരു ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ആഡ് ഗൂഗിൾ മീറ്റ് അറ്റൻഡൻസ് ട്രാക്കർ എന്നുള്ളത്. ഇവിടെ ഞാൻ ആഡ് എക്സ്റ്റൻഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ടൂൾ ബാറിൽ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞൊരു ഐക്കൺ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാം. അപ്പോൾ ഗൂഗിൾ മീറ്റ് അറ്റൻഡൻസ് ട്രാക്കർ ഹാസ് ബീൻ ആഡഡ് ടു ക്രോം എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്റ്റൻഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഗൂഗിൾ മീറ്റ് അറ്റൻഡൻസ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പം നമുക്കത് ഈ ഒരു ടൂൾ ബാറിൽ പിൻ ചെയ്തിടാൻ വേണ്ടിയിട്ട് ഈ ഒരു പിൻ എന്നുള്ള ഐക്കണിലൊന്ന് പ്രസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കാണാം ഈ ഗൂഗിൾ മീറ്റ് അറ്റൻഡൻസ് ട്രാക്കർ എന്നുള്ള ഐക്കൺ ഇവിടെ ടൂൾ ബാറിൽ കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു എക്സ്റ്റൻഷനിൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്താൽ ഈ ഗൂഗിൾ മീറ്റ് അറ്റൻഡൻസ് ട്രാക്കർ എന്നുള്ളതിന് നേരെയുള്ള ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്താൽ നമുക്കിതിനെ റിമൂവ് ചെയ്യണമെങ്കിൽ എപ്പോഴെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ഫ്രം ക്രോം എന്ന് കൊടുക്കാം. അതുപോലെ ഇതിവിടെ നമുക്ക് അൺപിൻ ചെയ്യണമെങ്കിൽ അൺപിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിൽ ഈ ഒരു അറ്റൻഡൻസ് എങ്ങനെയാണ് കിട്ടാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് ഗൂഗിൾ ക്ലാസ് റൂം ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഗൂഗിൾ ക്ലാസ് റൂം ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂം ഓപ്പൺ ചെയ്യാം. അപ്പോൾ കൈറ്റ് നൽകിയിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ക്ലാസ് റൂമിൽ നിങ്ങൾ ലോഗിൻ ചെയ്യാം. അപ്പം ഞാനിവിടെയുള്ള ഈ ഒരു ക്ലാസ് റൂമാണ് ഓപ്പൺ ചെയ്യുന്നത്. ഈ ഒരു ക്ലാസ് റൂം ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കാണിക്കുന്ന ഈ മീറ്റ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ഇതിന് തൊട്ട് താഴെയായിട്ട് ജോയിൻ എന്ന് കാണാം. ഈ ജോയിനിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ജോയിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ വിഷ്വൽ എഫക്ട്സ് എന്ന് കാണാം. അപ്പോൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഇതിലുള്ള ഏതെങ്കിലും ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ബ്ലർ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തു. ഈ വീഡിയോ എന്നുള്ളത് ഞാൻ ഓഫ് ചെയ്യാണ്. അതുപോലെ തന്നെ ജോയിൻ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിലെ കുട്ടികൾ ഓരോന്നായിട്ട് ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ട്രാക്ക് അറ്റൻഡൻസ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഇത് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് അറ്റൻഡൻസ് രേഖപ്പെടുത്താൻ പറ്റുക. അപ്പോൾ അതിനായിട്ട് ഈ ട്രാക്ക് അറ്റൻഡൻസ് എന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ട്രാക്കിംഗ് സ്റ്റാർട്ടർ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു മീറ്റിംഗ് നടത്തുന്ന അത്രയും സമയം ഇവിടെ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ക്ലിക്ക് ടു ജനറേറ്റ് റിപ്പോർട്ട് എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് ഓരോ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഗൂഗിൾ മീറ്റിലുള്ള റേസ് ഹാൻഡ് നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ ഒരു റേസ് ഹാൻഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഈ ഒരു മീറ്റിങ്ങിൽ പറയാനുണ്ട് എന്നുള്ള ഇത് കൊടുക്കാം. നമ്മൾ വേറൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോഴാണ് ഈ ഒരു ഓപ്ഷൻ നമുക്ക് ആവശ്യം വരിക. അതുപോലെ തന്നെ ഇവിടെയുള്ള പ്രസൻറ്റ് നൗ എന്നുള്ള ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു സ്ക്രീൻ എൻ്റയർ സ്ക്രീനോ വിൻഡോയോ ഏതെങ്കിലും നമുക്ക് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്.
അതുപോലെയുള്ള ഈ 3 ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വൈറ്റ് ബോർഡ് എന്നുള്ള ഓപ്ഷൻ കാണാവുന്നതാണ്. ഈ വൈറ്റ് ബോർഡിലൊന്ന് ക്ലിക്ക് ചെയ്തു. ഇവിടെ സ്റ്റാർട്ട് എ ന്യൂ വൈറ്റ് ബോർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഒരു ജാംബോർഡ് ക്രിയേറ്റ് ചെയ്ത് വരുന്നത് കാണാം. അപ്പോൾ ഈ ഒരു ജാംബോർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതിയും വരച്ചുമൊക്കെ ഇവിടെ ക്ലാസ് എടുക്കാവുന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ട്യൂട്ടോറിയലിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ നൽകാവുന്നതാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു മീറ്റിംഗ് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനായിട്ട് റെക്കോർഡ് മീറ്റിംഗ് എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് റെക്കോർഡിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു മീറ്റിംഗ് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. സ്റ്റാർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഈ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ സ്റ്റുഡൻസിൻ്റെയും സ്ക്രീനിന് മുകളിലായിട്ട് ഈ ഒരു മീറ്റിംഗ് റെക്കോർഡിംഗ് ആണെന്നുള്ളത് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു മീറ്റിംഗ് എപ്പോഴാണോ റെക്കോർഡിംഗ് ഓഫ് ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് സ്റ്റോപ്പ് റെക്കോർഡിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. സ്റ്റോപ്പ് റെക്കോർഡിംഗ് കൊടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ഈ 3 ഡോട്ട്സിൽ യൂസ് ചെയ്താൽ നമുക്ക് പലതരത്തിലുള്ള ചേഞ്ച് ലേഔട്ട് ഇങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അങ്ങനെയുള്ള പല ഓപ്ഷൻസ് ഇവിടെ കാണാം. അപ്പം നമ്മളിവിടെ ഒരു മീറ്റിംഗ് നടത്തി ഇതിൻ്റെ അറ്റൻഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും നേരം നടത്തിയത് സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഈ ഒരു ഗ്രീൻ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഒരു ന്യൂ ടാബിൽ നമ്മളിപ്പോൾ നടത്തിയ അറ്റൻഡൻസ് ക്രിയേറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ നടത്തിയ അറ്റൻഡൻസ് ഇതാണ്. ഈ ഒരു ഇതിൻ്റെ അകത്ത് വ്യൂ റിപ്പോർട്ട് എന്ന് കാണാം. ഈ വ്യൂ റിപ്പോർട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ മീറ്റിങ്ങിനെ കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം നമ്മൾ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണെന്നും അത് എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്തതെന്നും കാണിക്കും. അതുപോലെ എത്ര പേര് ഇതിൽ അറ്റൻഡ് ചെയ്തു എന്നുള്ളതും എത്ര ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു എന്നും ഓരോരുത്തർ എത്ര പെർസെൻറ്റേജ് ഇതിൽ അറ്റൻഡ് ചെയ്തു എന്നുള്ളതും ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്കിത് സേവ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ആസ് PDF എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇതിൽ സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിക്കുന്നു. അവിടെ നമ്മൾ ലൊക്കേഷൻ കൊടുത്തിട്ട് സേവ് എന്ന് കൊടുക്കാം. അങ്ങനെ ഇത് നമ്മുടെ സിസ്റ്റത്തിൽ സേവ് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഈ ഒരു എക്സ്റ്റൻഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഗൂഗിൾ മീറ്റിൻ്റെ അറ്റൻഡൻസ് രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, താങ്ക് യു.